ആകാശവാണി കവരത്തി. പഠിപ്പും പൊലിമയും വിദ്യാഭ്യാസ വിഷയങ്ങൾ വിശകലനം ചെയ്യുന്ന പരിപാടി. ഇന്നത്തെ പഠിപ്പും പൊലിമയും എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സ്കൂളിലെ പച്ചക്കറിത്തോട്ടത്തിൻ്റെ പ്രാധാന്യം, ഈ വിഷയത്തെക്കുറിച്ച് PM ശ്രീ ജവഹർ നവോദയ വിദ്യാലയ മിനിക്കോയിലെ സോഷ്യൽ സയൻസ് അധ്യാപകനായ സുരേഷ് TCM സംസാരിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, ഞാൻ സുരേഷ് TCM. ലക്ഷദ്വീപിന്റെ ഏറ്റവും തെക്ക് ഭാഗത്ത് കിടക്കുന്ന മിനിക്കോയ് ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന PM ശ്രീ ജവഹർ നവോദയ വിദ്യാലയത്തിലെ സാമൂഹ്യശാസ്ത്ര അധ്യാപകനാണ്. കുട്ടികളുടെ സമഗ്രമായ ഉന്നമനം ലക്ഷ്യവെക്കുന്നതാണ് NEP 2020 ദേശീയ വിദ്യാഭ്യാസ നയം. NEPയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒന്നാണ് കിച്ചൺ ഗാർഡൻ. സ്കൂളിലെ പച്ചക്കറി തോട്ടത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചില നല്ല കാര്യങ്ങൾ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. NEP 2020യിൽ പറയുന്ന പ്രധാന ആശയം ലേണിംഗ് ബൈ ഡൂയിങ്, ചെയ്ത് പഠിക്കൽ ആണ്. സ്കൂളിലെ പച്ചക്കറി തോട്ടം ഇതിന്റെ മികച്ച ഉദാഹരണമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി വരുന്നതാണ് അനുഭവ പഠനം, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. ക്ലാസ് മുറിയിൽ പഠിക്കുന്ന ശാസ്ത്രം, പരിസ്ഥിതി പഠനം എന്നിവ കുട്ടികൾ തോട്ടത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് നേരിട്ട് മനസ്സിലാക്കുന്നു. ഉദാഹരണം, വിത്ത് നടുമ്പോൾ വിത്ത് വളർന്ന രീതി, അതിൽ എത്ര ദിവസം വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് കിച്ചൺ ഗാർഡൻ എന്നുള്ള പ്രവർത്തനത്തിൽ കൂടിയാണ്. തൊഴിൽ ബോധവും ജീവിത കൗശലങ്ങളും. കുട്ടികൾക്ക് കൃഷിയുടെ വില മനസ്സിലാവും. അവരിൽ സ്വയം പര്യാപ്തതയും ഉത്തരവാദിത്വവും വളരുന്നു. ആരോഗ്യകരമായ ജീവിതം. സ്വയം വളർത്തിയ പച്ചക്കറികൾ ഉപയോഗിക്കുന്നത് ആരോഗ്യത്തെ മെച്ചപ്പെടുത്തും. ഈറ്റ് വാട്ട് യു ഗ്രോ എന്ന ആശയം വിദ്യാർത്ഥികൾക്ക് പ്രായോഗികമാക്കാം. പരിസ്ഥിതി ബോധം. മണ്ണ്, വെള്ളം, ജൈവവളം എന്നിവയുടെ പ്രാധാന്യം കുട്ടികൾക്ക് നേരിട്ട് അനുഭവപ്പെടുന്നത് കിച്ചൺ ഗാർഡൻ എന്നുള്ള പ്രവൃത്തിയിൽ കൂടിയാണ്. ഇത് പ്രകൃതിയോട് സ്നേഹം വളർത്തുന്ന ഒരു പ്രക്രിയ കൂടിയാണ്. വിഷയ ഏകീകരണം, ഇന്റർ ഡിസിപ്ലിൻ ലേണിംഗ്. NEP 2020യിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണത്. പല സബ്ജക്റ്റുകൾ ഏകീകരിച്ചുകൊണ്ട് പഠിച്ചാൽ കുട്ടികൾക്ക് അതിന്റെ ഗുണം ലഭിക്കുന്നതായിരിക്കും. ഉദാഹരണത്തിന് ഗണിതം, വിത്തുകളുടെ എണ്ണം, അളവുകൾ, മുളക്കാൻ എത്ര ദിവസം വേണം, എത്ര ഇലകൾ വരും എന്നുള്ള കാര്യങ്ങളൊക്കെ ഗണിതശാസ്ത്രവുമായി ബന്ധപ്പെട്ടാണ്. ശാസ്ത്രം, ചെടികളുടെ വളർച്ച നിരീക്ഷണത്തിൽ കൂടി അവർ മനസ്സിലാക്കുന്നത് ശാസ്ത്രബോധമാണ്. അതുകൂടാതെ സാമൂഹ്യശാസ്ത്രം, കൃഷിയുടെ പ്രാധാന്യം, എന്തിനു വേണ്ടി നമ്മൾ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ള ആശയം സാമൂഹ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഭാഷ, തോട്ടത്തെക്കുറിച്ച് കുറിപ്പെഴുതുക. കുറിപ്പെഴുതുമ്പോൾ കുട്ടികൾ ഇംഗ്ലീഷിലോ മലയാളം, ഹിന്ദി അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ഏത് ഭാഷയിലാണെങ്കിലും ഭാഷയുടെ കഴിവും വികസിപ്പിക്കാൻ കഴിയും. ലക്ഷദ്വീപ് പോലുള്ള ദ്വീപുകളിൽ ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പരിമിതമാണ്. അതിനാൽ സ്കൂൾ തോട്ടങ്ങൾ വ്യാപിപ്പിക്കേണ്ടത് നമ്മുടെ ഏവരുടെയും കടമയാണ്. സ്വയം ഭക്ഷ്യസുരക്ഷയ്ക്കുള്ള വഴിയാകും. കുട്ടികളെ സുസ്ഥിര ജീവിതത്തിലേക്ക് നയിക്കും. കടലാൽ ചുറ്റപ്പെട്ട ഈ ദ്വീപുകളിൽ നമ്മൾ വിത്ത് നട്ടാൽ അത് ചെടിയായി മാത്രം വളരില്ല, ഒരു സ്വപ്നമായി വളരും. നമ്മളെല്ലാവരും ഒരു പ്രത്യേക സ്ഥലത്താണ് ജീവിക്കുന്നത്. മനോഹരമായ കടലും ശുദ്ധമായ വായുവും പ്രകൃതിയുടെ അനുഗ്രഹവും നിറഞ്ഞ ലക്ഷദ്വീപിനെ ഒരു പുണ്യഭൂമിയായി മാറ്റാൻ നമ്മൾ ഇത്തരത്തിലുള്ള കിച്ചൺ ഗാർഡൻ എന്നുള്ള പ്രവർത്തനം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. പക്ഷെ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് വേണ്ട പച്ചക്കറികളെല്ലാം പുറത്തുനിന്നാണ് വരുന്നത്. വിഷമേറിയ പച്ചക്കറികൾ, യാതൊരു തരത്തിലുള്ള ചെക്കിങ് കൂടാതെ കണ്ട് വിഷമുള്ള പച്ചക്കറികളാണ് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൈകളാൽ നമുക്ക് വേണ്ട ഭക്ഷണം വളർത്താൻ കഴിയുമോ? അതിന്റെ ഉത്തരം അതെ, തീർച്ചയായും കഴിയുമെന്നാണ്. സ്മോൾ സ്റ്റെപ്സ് ടുഡേ ക്യാൻ ക്രിയേറ്റ് ബിഗ് ചേഞ്ചസ് ടുമോറോ. സ്കൂൾ ജീവിതം നമ്മെ പുസ്തകങ്ങളിൽ മാത്രം ഒതുക്കുന്നില്ല, ജീവിതം എങ്ങനെ നയിക്കണം എന്നത് പഠിപ്പിക്കുന്നു. അതിനൊപ്പം ഒരു പച്ചക്കറി തോട്ടം ഉണ്ടെങ്കിൽ അതൊരു ഹോബിയല്ല, അതൊരു ജീവിത പരിശീലനമാണ്. നമ്മൾ ഒരു ചെറിയ വിത്ത് നട്ടാൽ അതിനെ വെള്ളം ഒഴിച്ച് പരിപാലിച്ചാൽ ഒരു ദിവസം അത് വളർന്ന് നമുക്ക് ഭക്ഷണമാകുമ്പോൾ അത് നൽകുന്ന സന്തോഷം വാക്കുകളിൽ പറയാനാകില്ല. പച്ചക്കറിത്തോട്ടം നമ്മെ പഠിപ്പിക്കുന്നത് ഞാൻ കഴിക്കുന്നത് ഞാൻ തന്നെ വളർത്താം എന്ന ആത്മവിശ്വാസമാണ്. പരിശ്രമത്തിന്റെ വിലയാണ്, പ്രകൃതിയോടുള്ള സ്നേഹമാണ്, ആരോഗ്യകരമായ ജീവിതമാണ്. ലക്ഷദ്വീപിലെ മണ്ണ് ചെറുതായിരിക്കാം, പക്ഷേ നമ്മുടെ സ്വപ്നങ്ങൾ വലുതാണ്. വേർ ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്?
ചെറിയ സ്ഥലത്ത് പോലും കൃഷി തുടങ്ങുക. ഗ്രോ ബാഗ്, അല്ലെങ്കിൽ നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബക്കറ്റുകൾ, അല്ലെങ്കിൽ നമ്മൾ വീടുകളിലെ ടെറസ്, ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള പച്ചക്കറിത്തോട്ടം വികസിപ്പിക്കാൻ കഴിയുന്നതാണ്. മഴവെള്ളം ഉപയോഗിക്കുക, കൂട്ടായി പ്രവർത്തിക്കുക. ഒരു ചെറിയ തോട്ടം നമ്മളെല്ലാവരും സ്വപ്നമായിരിക്കണം. ഒരു വലിയ മാറ്റത്തിന് തുടക്കമാകും. അവസാനമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ലക്ഷദ്വീപിലെ കുട്ടികൾക്ക് ലോകത്തെ മാറ്റാൻ കഴിയും. ആ മാറ്റം ഒരു ചെറിയ വിത്തിൽ നിന്നാകാം. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പറയാം, ഒരു വിദ്യാർത്ഥി, ഒരു ചെടി, ഒരു മികച്ച ലക്ഷദ്വീപ്. സ്കൂൾ ജീവിതം വിദ്യാർത്ഥികളുടെ വ്യക്തിത്വ വളർച്ചയ്ക്ക് ഏറെ പ്രധാനപ്പെട്ട ഘടകമാണ്. പഠനത്തോടൊപ്പം ജീവിത വിദ്യകളും കൈവരിക്കാൻ സ്കൂൾ പരിസരത്തിൽ പച്ചക്കറിത്തോട്ടം ഒരു മികച്ച മാർഗമാണ്. പ്രകൃതിയോടുള്ള സ്നേഹവും പരിസ്ഥിതി ബോധവും വളർത്താൻ ഇത് സഹായിക്കുന്നു. സ്കൂൾ ജീവിതത്തിന്റെ പ്രാധാന്യം വിദ്യാർത്ഥികളുടെ സാമൂഹിക, മാനസിക, ബൗദ്ധിക വളർച്ചയ്ക്ക് സഹായിക്കുന്നു. സഹകരണം, ഉത്തരവാദിത്വം, നേതൃപാഠവം എന്നിവ വളരുന്നു. ശീലങ്ങൾ, സമയക്രമം എന്നിവ രൂപപ്പെടുന്നു. പച്ചക്കറിത്തോട്ടത്തിന്റെ ആവശ്യകത ആരോഗ്യകരമായ ഭക്ഷണത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ജൈവ കൃഷിയുടെ അടിസ്ഥാനങ്ങൾ പഠിക്കാൻ കഴിയും. പ്രകൃതിയോടുള്ള ബന്ധം ശക്തമാകുന്നു. സ്കൂളിൽ പച്ചക്കറിത്തോട്ടം ഒരുക്കൽ, അനുയോജ്യമായ സ്ഥലം തിരഞ്ഞെടുക്കുക, മണ്ണ് തയ്യാറാക്കൽ, വിത്ത് വിതയ്ക്കൽ, ജലസേചനം, വളപ്രയോഗം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കുട്ടികൾ തന്നെ ചെയ്യട്ടെ. അതുപോലെ തന്നെ കീടനിയന്ത്രണം, ജൈവ മാർഗങ്ങൾ മാത്രമേ നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ. വിദ്യാർത്ഥികളുടെ പങ്ക്, തോട്ടപരിപാലനത്തിൽ സജീവ പങ്കാളിത്തം, കൂട്ടായ്മയിൽ പ്രവർത്തിക്കണം. ദിവസേന ചുമതലകൾ ഏറ്റെടുക്കൽ, പ്രായോഗിക പഠനം, ലേണിംഗ് ബൈ ഡൂയിങ്. സ്കൂൾ ജീവിതത്തിൽ പച്ചക്കറിത്തോട്ടം ഉൾപ്പെടുത്തുന്നത് വിദ്യാർത്ഥികൾക്ക് സമഗ്രമായ വളർച്ച നൽകുന്നു. ഇത് പഠനവും ജീവിത വിദ്യകളും ഒരുമിച്ച് നൽകുന്ന മികച്ച പ്രവർത്തനമാണ്. ഓരോ സ്കൂളിലും ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നത് സമൂഹത്തിന് ഒരു നല്ല മാതൃകയായിരിക്കും. സ്കൂൾ ജീവിതം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരവും പ്രധാനപ്പെട്ട ഘട്ടമാണ്. ഇവിടെ നാം പുസ്തക വിദ്യ മാത്രമല്ല, ജീവിതത്തിൽ ആവശ്യമായ നല്ല ശീലങ്ങളും മൂല്യങ്ങളും പഠിക്കുന്നു. സഹകരണം, ഉത്തരവാദിത്വം, സമയനിയന്ത്രണം തുടങ്ങിയ ഗുണങ്ങൾ സ്കൂൾ ജീവിതത്തിലൂടെയാണ് നമ്മൾ കൈവരിക്കുന്നത്. ഇത്തരം സ്കൂൾ ജീവിതത്തെ കൂടുതൽ സമ്പന്നമാക്കുന്ന ഒരു പ്രധാന പ്രവർത്തനമാണ് പച്ചക്കറിത്തോട്ടം. സ്കൂളിൽ ഒരു പച്ചക്കറിത്തോട്ടം ഉണ്ടെങ്കിൽ അത് വിദ്യാർത്ഥികൾ പ്രകൃതിയുമായി അടുത്ത ബന്ധമുണ്ടാക്കാൻ സഹായിക്കുന്നു. കൂടാതെ നാം ഭക്ഷിക്കുന്ന പച്ചക്കറികൾ എങ്ങനെ വളരുന്നു എന്നത് നേരിട്ട് കാണാനും പഠിക്കാനും കഴിയും. പച്ചക്കറിത്തോട്ടം ഒരുക്കുന്നത് വളരെ ലളിതമാണ്. ആദ്യം അനുയോജ്യമായ ഒരു സ്ഥലം തിരഞ്ഞെടുക്കണം. തുടർന്ന് മണ്ണ് തയ്യാറാക്കി വിത്ത് വിതയ്ക്കണം. ചീര, തക്കാളി, വെണ്ട തുടങ്ങിയ പച്ചക്കറികൾ എളുപ്പത്തിൽ വളർത്താവുന്നതാണ്. ദിവസേന വെള്ളം ഒഴിക്കുക, വളം നൽകുക, കീടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക എന്നിവ വിദ്യാർത്ഥികൾ തന്നെ ചെയ്യുമ്പോൾ അത് ഒരു നല്ല അനുഭവമായി മാറുന്നു. ഇതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ വളരെ വലുതാണ്. ആരോഗ്യമുള്ള ഭക്ഷണത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ കഴിയുന്നു. പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത നമുക്ക് ബോധ്യപ്പെടുന്നു. കൂടാതെ കൂട്ടായ്മയിൽ പ്രവർത്തിക്കാനുള്ള കഴിവും ആത്മവിശ്വാസവും വർദ്ധിക്കുന്നു. അവസാനമായി, സ്കൂൾ ജീവിതത്തിൽ പച്ചക്കറിത്തോട്ടം ഉൾപ്പെടുത്തുന്നത് വിദ്യാർത്ഥികളുടെ സമഗ്ര വളർച്ചയ്ക്ക് ഏറെ സഹായകരമാണ്. പഠനത്തോടൊപ്പം ജീവിത വിദ്യകളും കൈവരിക്കാൻ ഇത് ഒരു മികച്ച മാർഗമാണ്. സ്കൂൾ ജീവിതം വെറും പുസ്തകങ്ങൾ ഒതുങ്ങുന്ന ഒന്നല്ല. ഇത് നമ്മുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തുന്ന ഒരു ശീലമാണ്. ഇവിടെയാണ് നാം അറിവ് നേടുന്നത്, മനുഷ്യരായി വളരുന്നതും. എന്നാൽ ഒരു ചോദ്യം ചോദിക്കട്ടെ, നാം പഠിക്കുന്നതെല്ലാം ജീവിതത്തിൽ ഉപയോഗിക്കാറുണ്ടോ? അതിന് ഏറ്റവും നല്ല മറുപടിയാണ് സ്കൂൾ പച്ചക്കറിത്തോട്ടം. ഒരു ചെറിയ വിത്ത് നട്ട് അതിന് വെള്ളം ഒഴിച്ച് അതിനെ പരിപാലിച്ച് വളരുന്നത് കാണുമ്പോൾ അത് ഒരു ചെടി മാത്രമല്ല, നമ്മുടെ ക്ഷമയും ഉത്തരവാദിത്വവും വളരുന്നതാണ്. പച്ചക്കറിത്തോട്ടം നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്? പ്രകൃതിയോടുള്ള സ്നേഹം, ശ്രമത്തിന്റെ വില, ആരോഗ്യകരമായ ഭക്ഷണത്തിന്റെ പ്രാധാന്യം, കൂട്ടായ്മയുടെ ശക്തി. ദ ഫ്യൂച്ചർ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് വി ഡു ഇൻ ദ പ്രസന്റ്. ഇന്ന് നാം ചെയ്യുന്ന ചെറിയ പ്രവർത്തനങ്ങളാണ് നാളെ നമ്മളെ നിയന്ത്രിക്കുന്നത്. ഒരു സ്കൂളിൽ പച്ചക്കറിത്തോട്ടം ഉണ്ടെങ്കിൽ അത് ഒരു പഠന കേന്ദ്രം മാത്രമല്ല, ഒരു ജീവിത പാഠശാലയാണ്. പ്രശ്നങ്ങൾ കാണുന്നവർ പലരും ഉണ്ടാവും, പരിഹാരം കണ്ടെത്തുന്നവർ വളരെ കുറവാണ്. നമുക്ക് ചെയ്യാനുള്ളത് ലളിതമാണ്. ചെറിയ ശ്രമം, കൂട്ടായ്മ, സ്ഥിരത. ഒരു ചെറിയ വിത്ത് പോലും ഒരു വലിയ മാറ്റത്തിന് കാരണമാകും. അതിനാൽ നമുക്ക് ഓരോരുത്തരും ഒരു പ്രതിജ്ഞ എടുക്കാം. ഒരു വിദ്യാർത്ഥി, ഒരു ചെടി. NEP 2020യും സ്കൂളിലെ പച്ചക്കറിത്തോട്ടവും ഇത് തന്നെയാണ് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ രീതിയെ മുഴുവനായി മാറ്റാൻ ലക്ഷ്യപ്പെടുന്ന ഒരു സമഗ്ര വിദ്യാഭ്യാസ നയമാണ് ഇത്. പുസ്തകപാഠം മാത്രം പഠിക്കുന്നതല്ല, ജീവിത കൗശലങ്ങൾ, അനുഭവ പഠനം,
പ്രകൃതിയുമായി ബന്ധം എന്നിവയും വിദ്യാർത്ഥികൾക്ക് നൽകണമെന്ന് പറയുന്നുണ്ട്. സ്കൂളിലെ പച്ചക്കറിത്തോട്ടം NEP 2020 പ്രായോഗിക മാതൃകയാണ്. വിദ്യാഭ്യാസം പുസ്തകത്തിൽ മാത്രം ഒതുങ്ങരുത്, ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. സ്കൂളിലെ പച്ചക്കറിത്തോട്ടം ഈ ആശയം യാഥാർത്ഥ്യമാക്കുന്ന മികച്ച മാർഗമാണ്. ഇത് കുട്ടികളെ വിദ്യാഭ്യാസമുള്ളവരായി മാത്രമല്ല, ഉത്തരവാദിത്തമുള്ള പൗരന്മാരായി വളർത്തുന്നു. 10 ദ്വീപിലെയും കുട്ടികൾ താമസിച്ച് പഠിക്കുന്ന സ്കൂളാണ് ജവഹർ നവോദയ വിദ്യാലയ മിനിക്കോയ്. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും പലതരത്തിലുള്ള പച്ചക്കറികൾ ഞങ്ങൾ നട്ടു വളർത്താറുണ്ട്. പച്ചക്കറികൾ വിളവെടുത്ത് ഞങ്ങളുടെ മെസ്സിൽ കൊടുക്കുന്നതിനേക്കാൾ ഉപരി പുതിയൊരു കാർഷിക സംസ്കാരം വളർത്തലാണ് ഞങ്ങളുടെ ഉദ്ദേശം. വെണ്ട, തക്കാളി, വഴുതനങ്ങ, പച്ചമുളക്, കാബേജ്, പീച്ചിങ്ങ, കോവക്ക, പലതരം ചീരകൾ, പപ്പായ മുതലായ പലതരം പച്ചക്കറികൾ നട്ടു വളർത്തുകയും വിളവെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലും ഓൺലൈൻ രംഗത്തും തരംഗമായി കൊണ്ടിരിക്കുന്ന പൊന്നാങ്കണ്ണി ചീര പരീക്ഷാടിസ്ഥാനത്തിൽ നട്ടതാണെങ്കിലും ഇപ്പോൾ സുലഭമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പച്ചക്കറിത്തോട്ടം പരിപാലനത്തിലുള്ള അംഗീകാരമായി ഈ വർഷത്തെ ലക്ഷദ്വീപിലെ മികച്ച പച്ചക്കറിത്തോട്ടത്തിലുള്ള സർട്ടിഫിക്കറ്റും 5000 രൂപയും ഞങ്ങളുടെ സ്കൂൾ ലഭിക്കുകയുണ്ടായി. ഒരു വിത്ത് നട്ടാൽ ഒരു ചെടി ലഭിക്കും. പക്ഷേ ഒരു വിദ്യാർത്ഥിയുടെ മനസ്സിൽ വിത്ത് നട്ടാൽ ഒരു നല്ല സമൂഹം വളരും. അവസാനമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, സ്കൂൾ ജീവിതം നമ്മെ വിജയികളാക്കുന്നു, പച്ചക്കറിത്തോട്ടം നമ്മെ നല്ല മനുഷ്യരാക്കുന്നു. നന്ദി. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഫടിപ്പും ഫൊലിമയും. ഇതിൽ സ്കൂളിലെ പച്ചക്കറിത്തോട്ടത്തിൻ്റെ പ്രാധാന്യം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് PM ശ്രീ ജവഹർ നവോദയ വിദ്യാലയ മിനിക്കോയിലെ സോഷ്യൽ സയൻസ് അധ്യാപകനായ സുരേഷ് TCM. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് മുഹമ്മദ് സലീം, വന്നായപുര.